ഒരു കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തുടക്കത്തിലേ പറയട്ടെ. ആരുടെയെങ്കിലും പട്ടം പറത്താനോ ആരുടെയെങ്കിലും പക്ഷം പിടിക്കാനോ അല്ല ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നത്. ഈ അടുത്തിടെ ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടു. പ്രമുഖമായൊരു ദേശീയ പാർട്ടിയുടെ കേരളത്തിൽ നിന്നുള്ള ദേശീയ നേതാവ് തൻ്റെ നേതാവായ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പ്രകീർത്തിച്ച് പറയുന്ന ഒരു ഇൻ്റർവ്യൂ. അദ്ദേഹം പറയുന്നു, രാഹുൽ ഗാന്ധി അസാമാന്യമായ കഴിവുകളുള്ളൊരു മനുഷ്യനാണ്, അതീവ ബുദ്ധിശാലിയാണ്, എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഗഹനമായ അറിവുള്ള ആളാണ്, സയൻസും ടെക്നോളജിയൊക്കെ മേഖലകളിൽ വളരെ അപ്ഡേറ്റഡ് ആണ്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചും നവോത്ഥാനങ്ങളെക്കുറിച്ചും നവോത്ഥാന നായകന്മാരെക്കുറിച്ച് സ്ഥിതികളെക്കുറിച്ചൊക്കെ നല്ല ബോധമുള്ള ഒരാളാണ്. അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ സർവ്വതാ യോഗ്യനാണ് എന്നാണ്. അതിനപ്പുറത്തേക്കും പോകാൻ യോഗ്യനാണെന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടാകാം. ശരിയുമായിരിക്കാം, നമുക്കതിലും തർക്കമൊന്നുമില്ല. പക്ഷെ പ്രശ്നം, ഈ 20 വർഷത്തോളം ഇന്ത്യയുടെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ നിറഞ്ഞു നിന്നൊരു നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അനുയായികൾ, ആരാധക വൃന്ദങ്ങൾ ഇങ്ങനെ പാടിപ്പുകെടുത്തിയിട്ട് വേണം നമുക്കൊക്കെ അദ്ദേഹത്തിൻ്റെ കഴിവ് മനസ്സിലാക്കാനെന്ന് പറയുമ്പോൾ അതൊരു ഗതികേടല്ലേ? എനിക്ക് ഓർമ്മ വന്നത് പ്രേമം സിനിമയിൽ വിമൽ സാറിനെ കുറിച്ച് പറയുന്നതാണ്. വിമൽ സാർ നന്നായി പാടും, നന്നായി ഓടും, ചാടും. വിമൽ സാറിന് ഊട്ടിയിൽ സബർജില തോട്ടമുണ്ടെന്നൊക്കെ പറയുന്ന, നമുക്ക് അല്പം ജാള്യത ഉണ്ടാക്കുന്ന ആ ഒരു രംഗം, അതിന് സമാനമായ രംഗമാണ്. തൊട്ടിപ്പുറത്ത് നോക്കൂ, കാഷ്യസ് ക്ലേ എന്നറിയപ്പെടുന്ന അമേരിക്കൻ ബോക്സർ, പിന്നീട് മുഹമ്മദ് അലി എന്നറിയപ്പെടുന്ന അമേരിക്കൻ ബോക്സർ മരിച്ചപ്പോൾ നമ്മുടെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത്, മുഹമ്മദ് അലി എനിക്കറിയാം, എനിക്ക് നേരിട്ടറിയാം മുഹമ്മദ് അലി, അദ്ദേഹം മലപ്പുറത്തുകാരനാണ്. മലപ്പുറത്തിൻ്റെയും കേരളത്തിൻ്റെയും ഇന്ത്യയുടെയൊക്കെ കായിക ഭൂപടത്തിൽ വലിയ സ്ഥാനങ്ങളാണ്, കായിക മുന്നേറ്റത്തിൽ വലിയ പങ്ക് വഹിച്ച ആളാണ്, അദ്ദേഹത്തിൻ്റെ മരണത്തിന് അനുശോചിക്കുന്നതാണ് പറഞ്ഞത്. വേറെ ആൾ ഷൊർണൂരിൽ നിന്നും അപ്പം തലയിൽ വെച്ച് അമ്മമാരെ കേരളയിൽ കയറി തിരുവനന്തപുരത്തും കൊച്ചിയിലൊക്കെ പോയി വിറ്റ് കഴിഞ്ഞാൽ അതേ വൈകുന്നേരം നേരം തിരിച്ച് ഷൊർണൂരിനും പരിസരത്തുള്ള വീടുകളിൽ അടുപ്പ് കൂട്ടി ചോറ് വയ്ക്കുന്ന ഒരു മനോഹര സ്വപ്നം കണ്ട ഒരാളാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയാവാൻ പ്രത്യേകിച്ച് വിദ്യാഭ്യാസമൊന്നും ആവശ്യമില്ലെന്നും മഹായോഗ്യതകളൊന്നും വേണ്ടതും ധനകാര്യമന്ത്രിയാവാൻ ധനവിനിമയ പരിചയങ്ങളൊന്നും തന്നെ വേണ്ടെന്നൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. മുമ്പേ ഗമിച്ചിടുന്ന ഗോതൻ്റെ എന്നുള്ള രീതിയിൽ കുറച്ചും കൊണ്ട് മാറിക്കഴിഞ്ഞാൽ, പണ്ട് ഇന്ത്യയിലെ ഇടതുപക്ഷത്തെ മഹാരാജന്മാരായിട്ടുള്ള ആളുകൾ, കമ്മ്യൂണിസ്റ്റുകൾ, തലച്ചോറും നെഞ്ഞൂക്കും ഗ്ലാമറും ആദർശധീരതയുള്ള ഒരുപാട് നേതാക്കന്മാരെ നിറഞ്ഞു കവിഞ്ഞിരുന്ന ഒരു പാർട്ടിയുണ്ട്. ഇന്നത് ഇടത്തട്ടുകാരുടെയും ഇടനിലക്കാരുടെയും ഇടവേളക്കാരുടെയൊക്കെ ഒരു പ്രസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കുറച്ചുകൂടെ നീക്കി ഞാൻ നോക്കൂ, മതേതരമാണെന്ന് ആവർത്തിച്ച് 24 മണിക്കൂർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ഇതാ പെട്ടെന്ന് പറയുന്നു, അട്ടഹസിക്കുന്നു, മതമാണെന്ന് പറയുന്നു. ഒരു കൂട്ടം ആളുകൾ പാലയ്ക്കപ്പുറത്ത് ഒരു പാലയ്ക്കാമുതിരമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നു. ഇതിനിടയിൽ കേരളത്തിൽ വിടുവായന്മാരായ കുറേ ആളുകൾ മാത്രം കൂടുതലുമുള്ള ഒരു പാർട്ടി, അതിൻ്റെ കേന്ദ്ര നേതൃത്വം, നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ഫലപ്രദമായ രീതിയിൽ. 15 വർഷമായിട്ട് വളരെ ഫലപ്രദമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. കാര്യക്ഷമമായ മുന്നേറ്റങ്ങൾ നടത്തുന്നു, വലിയ പുരോഗതി കൈവരിക്കുന്നു, ലോക മണ്ഡലത്തിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തുന്നു, ഇന്ത്യയുടെ ഇമേജ് ഉയർത്തുന്നു, വലിയ വലിയ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. 15 വർഷമായിട്ട് അഴിമതിയുടെ ചെറിയൊരു ആരോപണം പോലും വരാനോ തെളിയിക്കപ്പെടാനോ കഴിയാത്ത അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള, ഓരോ വകുപ്പിലും പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് ഓരോ മന്ത്രിസഭാ വകുപ്പുകളും കൈകാര്യം ചെയ്യിപ്പിക്കുന്ന അത്രയും ചടുലമായ പ്രൊഫഷണലായിട്ടുള്ള രീതിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വിശക്കുന്നതിന് ഭക്ഷണങ്ങൾ കിട്ടിത്തുടങ്ങുന്നു, ദാഹിക്കുന്നതിന് വെള്ളം കിട്ടിത്തുടങ്ങുന്നു. ഇത് ആകെ പറയാനുള്ളത് ഇടത് കൈ കൊണ്ടാണ് കൊടുക്കുന്നത്, നല്ല കൈ കൊണ്ടല്ല കൊടുക്കുന്നത്, ചാണകം കലക്കിയാണ് കൊടുക്കുന്നത് പറയാനേ ഉള്ളൂ. അപ്പോൾ കേൾക്കുന്നതിന് ഇടത് കൈയായാലും കൊള്ളാം, എന്തായാലും കൊള്ളാം, എനിക്ക് കിട്ടിയാലും മതി എന്നൊരവസ്ഥയിലാണ്. പിന്നെ പറയുന്നു ഇതിലൊക്കെ താമര ഇതളുകൾ വിതറിയാണ് കൊടുക്കുന്നത്. അപ്പോഴും അവൻ പറഞ്ഞു, ഞാൻ താമര ഇതളുകൾ കൂട്ടിക്കഴിച്ചോളാം, അല്ലെങ്കിൽ മാറ്റിയെടുത്തിട്ട് കഴിച്ചോളാം എന്ന് പറയുന്നു. നോക്കൂ, മനുഷ്യന് പുരോഗതിയാണ് ആവശ്യം. ഇതിൻ്റെ ഒരു ദുരന്തവശം എന്ന് പറയുന്നത്, നീണ്ടകാലം ഇന്ത്യൻ ജനാധിപത്യത്തിൽ, ഏത് ജനാധിപത്യത്തിലും നീണ്ടകാലം അപ്രമാദിത്വത്തോടുകൂടി ഒരേ രാഷ്ട്രീയ പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പതുക്കെ അവർ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും കെടുകാര്യസ്ഥതയ്ക്കും അഹങ്കാരത്തിനൊക്കെ വഴിപ്പെട്ട് ദുരന്തമുഖത്തേക്ക് നമ്മളെയൊക്കെ വലിച്ചു കൊണ്ടുപോയിടും. നമുക്കറിയാം 70 കൊല്ലം നമ്മുടെ ഭരിച്ച പാർട്ടി എങ്ങനെയാണ് അപജയങ്ങളിൽപ്പെട്ട് പതുക്കെ ഇന്നത്തെ ശുഷ്കിച്ച അവസ്ഥയിലെത്തിയെന്നുള്ളത്. എന്തൊരു ഗാംഭീര്യമുള്ള മന്ത്രിസഭയും ഭരണമായിരുന്നൊരു കാലത്ത്, ആദർശധീരരുടെയും കഴിവുള്ളവരുടെയൊക്കെ ഒരു കാലമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട്
അഴിമതിയുടെയും കഴിവില്ലായ്മയുടെയും കെടുകാര്യസ്ഥതയുടെയും സ്വജനപക്ഷപാതത്തിനും കൂത്തരങ്ങായി മാറിയതിനു ശേഷമാണ് നശിച്ചില്ലാതായി മാറിയത്. ഇപ്പോഴും അവിടെ നിന്ന് പുരോഗമിച്ച് മുന്നോട്ട് പോകാനല്ല ശ്രമിക്കുന്നത്. ഈ 15 വർഷമായിട്ട് ഭരിക്കുന്ന പാർട്ടിക്കെതിരെ നിൽക്കുമ്പോഴും കാര്യക്ഷമമായിട്ടുള്ള എതിർപ്പുകൾ കൊണ്ടുവരാനോ കൺസ്ട്രക്റ്റീവായിട്ടുള്ള മുന്നേറ്റങ്ങൾ നടത്താനല്ലോ ശ്രമിക്കുന്നത്. മുമ്പിലൊരു 1 നിൽക്കുന്നു, തിളങ്ങി നിൽക്കുന്നു, 1 എന്നൊരു നമ്പർ നിൽക്കുന്നു. ആ നമ്പറിനെ ചെറുതാക്കാൻ വലിയൊരു 1 വരയ്ക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഏറ്റവും കുറഞ്ഞ ബഷീറിയൻ ശൈലിയിൽ ഇമ്മിണി വലിയൊരു 1 സ്വയം ശ്രമിക്കുകയിലും വേണ്ടേ? ഇന്ത്യൻ ജനാധിപത്യത്തിൽ, ഇന്ത്യയിലെ പൗരന്മാർക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നിലനിന്ന് പോകണ്ടേ? നാളെ ഇതൊരു ദുരന്തമാകാൻ പാടില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ രാഷ്ട്രീയ കക്ഷികൾ അല്ലെങ്കിൽ നിലവിലെ രാഷ്ട്രീയ കക്ഷികൾ നല്ല രീതിയിൽ കരുത്തറിച്ച് വരേണ്ടത് ആവശ്യമാണ്. അതല്ലാതെ ദിവാസ്വപ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന എന്ത് അവസ്ഥ ഇന്ത്യയിലെ പ്രതിപക്ഷ മേഖലയിൽ ഉണ്ടാകുന്നത് ഒരിക്കലും ഇന്ത്യക്ക് ആശാവഹമല്ല. ഇന്ത്യയുടെ ഭാവിക്ക് ആശാവഹമല്ല, ഇന്ത്യയുടെ പൗരന്മാർക്ക് ആശാവഹമല്ല. ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ എൻ്റെ ആശങ്ക അറിയിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വമാണ്. എല്ലാവരും ഇത് ഷെയർ ചെയ്യും. ബഹുഭൂരിപക്ഷം ആളുകളും ഈ മനോഭാവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണെന്ന് എനിക്കറിയാം. പറയാൻ മുതിരാതിരിക്കുന്നത് പല കാരണങ്ങളെ കൊണ്ടാകാം.